കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിപ്പാനായിട്ട് സർവശക്തനായ കർത്താവ് നൽകിയ നല്ല സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിധിരായിരിക്കുന്ന ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളുടെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് വളരെ ആഴമായിട്ട് നമ്മെ തിരുവചനത്തിനകത്തുള്ള സത്യങ്ങൾ പഠിപ്പിക്കുകയും നമ്മളെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഇത് വലിയ ആത്മീക വളർച്ചയ്ക്കും ഉദ്ധാരണത്തിനും ഈ ദിവസങ്ങൾ മുഖാന്തരമായി കാരണമായി ഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും ദൈവത്തിന് അതിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ച ചില പ്രത്യേക പാഠങ്ങൾ, അതിനകത്തൊന്ന് കർത്താവിൻ്റെ ശരീരമായ സഭ. നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശരീരമാണ്, ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരുന്നത് നമ്മൾ ഒരുമിച്ചാണ്, ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കൊരു വ്യക്തി ക്രിസ്തു എന്ന തലയോളം വളരുന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് ശരീരം എന്ന നിലയിലാണ് ക്രിസ്തു എന്ന തലയോളം വളരുന്നത്. ഈ വളർച്ചയിൽ ദൈവം നമ്മളെ വളർത്തുന്നത് അവനുമായിട്ടുള്ള ഇൻറ്റിമസിയിലാണ്, ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മസ്നാനത്തിൻ്റെ അടയാളമായ അന്യഭാഷ നാം പ്രാപിച്ചു. നാം ആ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തോടുള്ള ഇൻറ്റിമസിയിൽ നാം വളരുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥന നിർത്താൻ തോന്നുന്നില്ല. അത്രയും ഇൻറ്റിമസിയിൽ ചില ആഴമായിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് ഇന്ന് രാവിലെ ഫീൽ ചെയ്യാനിടയായിരുന്നു. ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയിൽ ദൈവം നമ്മെ വളർത്തുകയാണ്. ഇതൊരു ഭയങ്കര വെളിപ്പാടാണ്. ഇൻറ്റിമസിയിൽ വളരും തോറും നിങ്ങൾ ഭൂമിയിലുള്ളത് ചിന്തിക്കാത്ത ഒരു തലത്തിലേക്ക് നിങ്ങൾ വളരാൻ തുടങ്ങും. ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു ഭാവത്തിലേക്ക് നിങ്ങൾ വളരാൻ തുടങ്ങും. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന രണ്ട് വാക്യങ്ങളാണ്. ആ വാക്യം വായിച്ചു നമുക്കിന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാം. ആരിലും ഒരാൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഈ വാക്യങ്ങളൊന്ന് വായിച്ചാൽ നന്നായിരുന്നു. ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ വാക്യം കൂടെ ഒന്ന് ധ്യാനിച്ചേര്, വായിച്ചേര്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. മൂന്നാം വാക്യം കൂടെ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈ വാക്യം ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. എല്ലാവരും വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചോട്ടോ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഒന്നുകൂടെ വായിക്കാൻ പറ്റുന്നൊരു വായിച്ചു. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. പക്ഷെ നമ്മുടെ കുഴപ്പം, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഇങ്ങനെ കൃത്യമായൊരു രേഖ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും നമ്മൾ ഉയരത്തിലുള്ളതൊന്നും ചിന്തിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ മുഴുവൻ കണ്ടമാനം വിഷമങ്ങളും കണ്ടമാനം ഭാരങ്ങളും കണ്ടമാനം വ്യാകുലതകളും കണ്ടമാനം വിഷയങ്ങളും നമ്മൾ കൊത്തി നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, ദൈവിക വിടുതൽ അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവിക വളർച്ച സംഭവിക്കുന്നില്ല. നമ്മൾ തിരുവചനത്തിനകത്ത് പറയുന്ന നിലവാരത്തിലേക്കോ ആ വിടുതലിലേക്കോ അവസ്ഥകളിലേക്കോ നമ്മൾ ആയുസ്സിലെത്തുന്നില്ല. അപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഇന്നലെ രാത്രി കർത്താവിദാസൻ വളരെ രസകരമായ ഒരു ഭാഗം നമ്മുടെ മുമ്പിൽ എടുത്തു. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാലാണ് നമ്മുടെ അകത്ത് കിടക്കുന്ന കുറേ അടിസ്ഥാനപരമായി കിടക്കുന്ന കുറേ മതപരമായ ചിന്തകളുണ്ട്. ഈ ചിന്തകളാണ് പിശാചിന് നമ്മുടെ മേൽ അവകാശവാദം ചെലുത്താൻ അനുവാദമായി കിട്ടുന്ന താക്കോലുകൾ, പിശാചിൻ്റെ താക്കോലുകൾ, ആക്സസ്സുകൾ. അപ്പോൾ പാപം പിശാചിന് ആക്സസ്സാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് നമ്മുടെ ദൈവജ്ഞാനത്തിലുള്ള വളർച്ചക്കുറവ് പിശാചിന് ആക്സസ്സായി കിട്ടുകയാണ്. അപ്പോൾ അതിന് ദൈവദാസൻ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. രക്തത്താൽ മുദ്രയിട്ടില്ലെങ്കിൽ വഴിയിൽ ടയർ പഞ്ചറാകും. കണ്ടോ? അകത്ത് കയറി കിടക്കുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ചിന്ത, ആ ചിന്തയാൽ തൻ്റെ യാത്രയിൽ നഷ്ടങ്ങളുണ്ടാകുന്നു.
അപ്പം ഇങ്ങനെ നിങ്ങളുടെ അകത്ത് നമ്മുടെ അകത്ത് കിടക്കുന്ന കുറേ തെറ്റായ ചിന്തകളുണ്ട്. അതിവിടെ നിന്ന് നമ്മുടെ അകത്ത് കയറിയുള്ള കുറേ മനോഭാവമാണ്. എന്നാൽ നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരാൻ തുടങ്ങും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വലിയ ബോധം നമ്മുടെ അകത്ത് ദൈവാത്മ തുറക്കാൻ തുടങ്ങും. അപ്പം ഇതിന് നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം നിങ്ങൾ കണ്ടെത്തും. സദൃശ്യവാക്യത്തിലൊരു വാക്യം അങ്ങനെയാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളരാം. അപ്പോൾ പരിജ്ഞാനത്തിലേക്ക് നിങ്ങൾ വളർന്നാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് പരിജ്ഞാനപ്രകാരമായിരിക്കും. ഉണ്ടോ? നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. എപ്പോഴാണ് സദൃശ്യം 2:1 മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധനത്തിന് ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നീ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. ഈ വാക്ക് ശ്രദ്ധിക്കണം. എൻ്റെ വചനങ്ങളെ നീ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോവഭക്തി ഗ്രഹിക്കും, നീ ദൈവജ്ഞാനം കണ്ടെത്തും. അപ്പോഴോ യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങൾ വചനത്തെ കൈക്കൊള്ളണം, കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കണം. അപ്പം അങ്ങനെ കൽപ്പനകൾ സംഗ്രഹിക്കുന്ന വചനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ അകത്ത് എന്തുണ്ടാകും? ആ വ്യക്തി ദൈവത്തിൻ്റെ പരിജ്ഞാനം കണ്ടെത്തും. അപ്പം ദൈവത്തിൻ്റെ പരിജ്ഞാനം കണ്ടെത്തിയാൽ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് എന്തിനനുസരിച്ചായിരിക്കും? ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനനുസരിച്ചായിരിക്കും. ഉണ്ടോ? അപ്പം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനനുസരിച്ച് ചിന്തിക്കുന്ന നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു വരുന്നു, നിങ്ങളിപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 6-7 വാക്യം. നാം അവനിലാണ്, നാം ക്രിസ്തുവിലാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-17 വാക്യം, കൊലോസ്യ ലേഖനം 1:30. നാം ഇപ്പോൾ അവനിലിരിക്കുന്നു, ക്രിസ്തുവിലിരിക്കുന്നു. അപ്പം നിങ്ങൾ ക്രിസ്തുവിലിരിക്കുന്നുവെന്നും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിലൂടെ പിതാവിൽ വസിക്കുന്നുവെന്നുള്ള വചനം നിങ്ങളുടെ അകത്ത് ലഭിച്ചാൽ ഈ പരിജ്ഞാനം നിങ്ങളുടെ അകത്തുനിന്ന് അറിയും. ഈ പരിജ്ഞാനം നിങ്ങളുടെ അകത്തുനിന്ന് അറിഞ്ഞാലോ നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ അവിടുത്തെ കാര്യങ്ങളായിരിക്കും. അപ്പം ഉയരത്തിലുള്ള ചിന്തിക്കണമെങ്കിൽ ഉയരത്തിലെ കാര്യങ്ങൾ അറിയണം. ഉയരത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഉയരത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ നിങ്ങളുടെ അകത്ത് വരണം. ഉയരത്തിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ എവിടെയാണ്? 1 കൊലോസ്യ ലേഖനത്തിലാണ്. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായത്തിലാണ്. മറ്റൊന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. ഹെവൻ തുറന്നു കിടക്കുന്ന വെളിപ്പാട് കണ്ടിട്ടുള്ള മനുഷ്യരുണ്ട്. പിന്നെ കിടക്കുന്ന ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിലാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഹെവനിലുള്ള കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഹെവനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഉയരത്തിലുള്ളത് ചിന്തിക്കാറുണ്ടോ? ദൈവപരിജ്ഞാനത്താൽ നിങ്ങളുടെ ചിന്താമണ്ഡലക്ക് മാറ്റം വരുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നേ, അവസ്ഥകളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്. അവിടെ നിങ്ങൾ അവൻ്റെ അകത്താണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ഇന്നലെ പകൽ പറഞ്ഞിരുന്നു, കർത്താവ് അനുഭവിച്ചാൽ ഞാൻ ഇന്ന് പകല ഭാഗം എടുക്കാം. നിങ്ങൾ ആത്മാവിനകത്തേക്ക് ഇമേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ദൈവാത്മാവ് ആത്മാവിലൂടെ കൊണ്ടുപോകും. ആ യാത്രയിൽ യോഹന്നാൻ എത്തി നിൽക്കുന്നത് സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിലാണ്. അവിടെ ആരുണ്ട്? അവിടെ പിതാവാൻ ദൈവമുണ്ട്, സിംഹാസനത്തിലിരിക്കുന്നവനുണ്ട്. അവൻ്റെ രൂപത്തെക്കുറിച്ച്, അവൻ്റെ ഭംഗിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ അവൻ്റെ മുമ്പിൽ ദൂതൻ സംസാരിക്കുന്ന സംസാരങ്ങൾ, മൂപ്പന്മാരുടെ മറുപടികൾ, കെരൂബുകളും ദൂതന്മാരും നിൽക്കുന്ന നിൽപ്പുകൾ, അത് നമുക്ക് യെശയ്യാവിൽ നിന്ന് കിട്ടുന്നു. ഇങ്ങനെ ഹെവനെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, പുത്രനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ഹെവനെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ളവനെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്താമേഖല നിങ്ങളുടെ അകത്തുണ്ടോ? അത് വചനത്തിൻ്റെ അടിസ്ഥാനമല്ലേ? നമ്മുടെ അകത്ത് ചിന്തകളിൽ അത് നിറയട്ടെ. അപ്പോൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? ഇന്നലെ കർത്താവിൻ്റെ ദാസൻ നമ്മൾ ഓർപ്പിച്ചു, നാം ദൈവിക ഇൻറ്റിമസിയിൽ വളരും. നാം അവൻ്റെ അകത്തിരിക്കും, നാം അവൻ്റെ മടിയിലിരിക്കും. ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് ഇറങ്ങി വന്ന് പാപത്താൽ ദൈവമായിട്ടുള്ള ഫെല്ലോഷിപ്പിനെ പൊളിച്ചു കളഞ്ഞെങ്കിൽ ക്രിസ്തുവിലൂടെ തിരിച്ചു കിട്ടിയിരിക്കുന്നു.
ആ തിരിച്ചു കിട്ടിയ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് അങ്ങനെ ആ ദൈവ സാന്നിധ്യം നമ്മൾ പറഞ്ഞുണ്ടാക്കുക അല്ലെ, ലീഗലി നിയമപ്രകാരം നമുക്ക് ദൈവാത്മാവ് ഇൻറ്റിമസി അനുഭവിക്കാനുള്ളത് ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. നമ്മുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കുകയല്ല. അപ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്തൃദാസൻ എന്തിലും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കേണ്ടത് നാം ഇപ്പോൾ അവനിലാണ്, നാം അവനോട് സംസാരിക്കുകയാണ്, നാം അവൻ്റെ അകത്താണ്. ആ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരും തോറും നിങ്ങളുടെ ഭാഷകൾക്ക് മാറ്റം വരാൻ തുടങ്ങും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ഭാഷകൾക്ക് മാറ്റം വരാൻ തുടങ്ങും, നിങ്ങളുടെ സംസാരങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങും, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങും. നിങ്ങൾ ഭയങ്കര ദൈവസ്നേഹത്തിന് ഉടമയുള്ളവരായി മാറും. നിങ്ങളുടെ ബുദ്ധിക്കകത്തും ചിന്തയ്ക്കകത്തും മനോഭാവത്തിനകത്തും നിങ്ങൾ കൊണ്ടുപടക്കുന്ന സകല മേഖലകളെയും നിങ്ങൾ ജയിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ബുദ്ധി അപലമാകും. ഒന്ന് നിങ്ങൾ ധ്യാനിച്ച്, ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ധ്യാനിച്ച്. നിങ്ങളെല്ലാം ക്രിസ്തുവിനകത്തിരിക്കുന്നു എന്ന് കണ്ടേ. നിങ്ങളെല്ലാം ആ ഹെവൻ്റെ അകത്ത് നോക്കിയേ. ഹെവനിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അകത്ത് നിങ്ങളെ പിതാവാം ദൈവം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനാൽ ആക്കി വെച്ചിരിക്കുന്ന ചിന്ത ഒന്ന് ചിന്തിച്ച്, ബാക്കി ഭൂമിയിലെല്ലാം മറന്നിട്ട് അതൊന്ന് ധ്യാനിക്കാൻ പറ്റുമോ? ആ തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ, ബൈബിൾ പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അവിടെ ആത്മാവെന്നല്ല കേട്ടോ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിലെ ആത്മാവെന്നാണ്. സങ്കീർത്തനം 42:1, സങ്കീർത്തനം 63:1 ആത്മാവ് ചേരുവാൻ അവിടെ എഴുതിയിരിക്കുന്നത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മലയാളം അങ്ങനെയാണ്, പക്ഷേ ഇംഗ്ലീഷ് അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ സോളാണ്. എൻ്റെ സോൾ, എൻ്റെ മനസ്സ്, എൻ്റെ ഇച്ഛ, എൻ്റെ വികാരം. മറ്റൊന്നിനോട് ചേരാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് അങ്ങയോട് മാത്രം ചേരാൻ എൻ്റെ അകത്ത് ആഗ്രഹം കിടക്കുക. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ അകത്ത് ഇന്ന് രാവിലെ വളരുന്നുണ്ടോ? അങ്ങനെ ഒരു വലിയ വിശപ്പ് നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? ആ വിശപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളെ അവൻ്റെ അകത്ത് ഇരുത്താനുള്ളത് മുഴുവൻ കർത്താവ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഞാൻ ആ വാക്യം കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വാക്യം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ആ വാക്യം ഞാൻ തന്നെ വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ. മലയാളത്തിൽ ആത്മാവെന്ന് കിടക്കുന്നു, ഇംഗ്ലീഷിൽ മൈ സോൾ, എൻ്റെ ദേഹി, എൻ്റെ പ്രാണൻ മറ്റൊന്നിനോട് ചേരുവാനും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എങ്ങനെയും ഇതിനല്ലേ ഇൻറ്റിമസി എന്ന് പറയുന്നത്. നീർത്തോടുകളിലേക്ക് കുതിച്ചു പായുന്ന മാൻകുട്ടി, വെള്ളം ദാഹിച്ചാൽ നീർത്തോടുകളിലേക്ക് ആ മാൻ കുതിച്ചാണ് പായുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും, എൻ്റെ സോളിന് മറ്റൊന്നിലും രസം തോന്നുന്നില്ല, എൻ്റെ സോളിന് നിന്നോട് ചേരുവാൻ കാംക്ഷ തോന്നുകയാണ്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ബുദ്ധി അഫലമാകുന്നത്. ബുദ്ധിക്കകത്ത് അവൻ മാത്രം അറിഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ആദ്യം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്കെല്ലാം അവനോട് ചേരുവാൻ ഒരു വലിയ ആഗ്രഹം, അവനുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ മറ്റൊന്നും ആഗ്രഹമില്ലാത്തവരായി ഒരു 2-3 മിനിറ്റ് എല്ലാവരും മയക്കാൻ മുട്ടിട്ട് പ്രാർത്ഥിച്ചത്. എല്ലാവരും മയക്കാൻ മുട്ടിട്ട് പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ ബുദ്ധി അബലമായി നിങ്ങൾക്ക് അവനിൽ വസിപ്പാനുള്ള ആഗ്രഹത്താൽ ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് അങ്ങയിൽ വസിക്കണം, എനിക്ക് അങ്ങയുടെ അകത്ത് വസിക്കണം, എനിക്ക് അങ്ങയോട് ചേർന്നിരിക്കണം. ആ ഇൻറ്റിമസി. പലരും ആ വാക്കുകൾ സ്വപ്നം കണ്ടു തുടങ്ങുന്നു. ഇൻറ്റിമസിയിൽ അവനോട് ചേരുവാൻ, അവനോട് ചേർന്നിരിപ്പാൻ. അങ്ങനത്തെ ഒരു ആത്മതലം തുറന്നു വരാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ ദേഹി അവനോട് പറ്റിച്ചേരാൻ പ്രാർത്ഥിക്കുക. മറ്റൊന്നിനോട് പറ്റി നിൽക്കാൻ ഇടവരാതെ വണ്ണം. ഈ ലോകത്തിൽ നമ്മെ മാടി വിളിക്കുന്ന പലതുണ്ട്, ഈ ലോകത്തിൽ നമ്മെ മാടി വിളിക്കുന്ന പലതുണ്ട്. പലതിനോട് നമ്മൾ അറ്റാച്ച്ഡ് ആണ്. അതെല്ലാം പൊളിയട്ടെ ഇന്ന് രാവിലെ, അതെല്ലാം പൊളിയട്ടെ.
എന്തിനോടൊക്കെയോ പറ്റി നിൽക്കുന്ന എന്റെ മനോഭാവങ്ങളെ മുഴുവൻ പൊളിച്ചു മാറ്റി പിതാവേ എന്നെ അങ്ങയോട് പറ്റിച്ചേർക്കുന്ന, എന്നെ അങ്ങുമായി ഒന്നാക്കുന്ന ഉയരത്തിലുള്ളത് ചിന്തിക്കുക. നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. നിങ്ങൾ അവൻ്റെ അകത്താണ്. ആ ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരാൻ തുടങ്ങിയാൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും നിങ്ങളെ തൊടാത്ത ഒരു തലത്തിലേക്ക് നിങ്ങൾ ദൈവാത്മാവിനാൽ വളരാൻ തുടങ്ങും. അവിടെയാണ് നിങ്ങൾ ആത്മവിവശതയിലേക്ക്, ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത്. ഞാനത് പിന്നെ തൊടാം. ഇന്ന് പകൽ ദൈവം അനുവദിച്ച് ഞാനത് തൊടാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ വാക്യം വായിച്ചു നോക്കൂ. യോഹന്നാനെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 4:2 ആത്മാവിൽ, ആത്മവിവശതയിൽ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിലുള്ള മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ചോദിക്കുന്ന ശക്തനായൊരു ദൂതനെ കണ്ടു. കണ്ടോ? അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന പിതാവിൻ്റെ കൈക്കകത്ത് 7 മുദ്രകളുള്ള ഒരു പുസ്തകം ഇരിക്കുന്നു, ഒരു മുദ്രയിടപ്പെട്ട പുസ്തകം. ഈ മുദ്ര തുറക്കുമ്പോഴാണ് ഭൂമിയിൽ നടക്കേണ്ട സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടെടുപ്പ് നിവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയുടെ മേൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നടക്കണമെങ്കിൽ ഈ മുദ്ര പൊട്ടിക്കണം. പക്ഷേ ഈ മുദ്ര പൊട്ടിക്കാനായിട്ട് ആരുമില്ല. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിനും ഭൂമിക്കും സ്വർഗത്തിനും ഭൂമിക്കും കീഴിലുള്ള ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിനും ഭൂമിക്കും കീഴിലുള്ള ആർക്കും കഴിഞ്ഞില്ല. 4 വാക്യം, പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായിട്ട് ആരെയും കാണായികയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ യോഹന്നാൻ ഇപ്പോൾ സ്വർഗത്തിൽ പോയും കരയാണ്. ഭൂമിയിലോ കരച്ചിലാണ്. ഇപ്പോൾ സ്വർഗത്തിൽ പോയിട്ട് അവിടെയും പോയി ആത്മവിശുദ്ധ കരയാണ്. അപ്പോൾ ദൂതൻ മൂപ്പൻ പറയുന്നൊരു പദമുണ്ട്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. കണ്ടോ? മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് പറയുന്നു കരയണ്ട. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയുടെ 15ാമത്തെ രാത്രിയിൽ സ്പിരിച്വൽ റിലം ഓപ്പണായി കിടന്നിട്ടും, ഹെവൻ റിലം ഓപ്പണായി കിടന്നിട്ടും, ദിവ്യ ദർശനങ്ങൾ ഓപ്പണായി കിടന്നിട്ടും ഇപ്പോഴും കരയുന്നവരുണ്ടെങ്കിൽ, വേദനിക്കുന്നവരുണ്ടെങ്കിൽ, സാഡ്നെസ്സിനകത്ത് പോകുന്നവരുണ്ടെങ്കിൽ, നോക്കിയേ, ഒരു ടൈപ്പ് നിരാശയ്ക്കകത്തേക്ക്, ഒരു ടൈപ്പ് മനോവിഭ്രമത്തിലേക്ക്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു പദമുണ്ട്, അവരിങ്ങനെ ഒരു വിഷണ്ണ മനസ്സ്, ഒരു ടൈപ്പ് ആത്മാവാണത്. ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കരയും. അതിങ്ങനെ കണക്ട് ചെയ്ത് വരും.
ഇന്ന് രാവിലെ ഹെവൻ റെവലേഷൻ നിങ്ങളുടെ അകത്ത് വന്നാൽ ഉറപ്പോടെ മനസ്സിലാക്കുക, നിങ്ങൾ ഇനി കരയണ്ട. നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ രാജ്യത്ത് മാത്രമല്ല, ഈ ഭൂമിയിൽ സകല കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതിന് ഒരുവൻ ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. ദൈവം നിത്യമേ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ആ തീരുമാനം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിപ്പാൻ ഒരാൾ ജയിച്ചിട്ടുണ്ട്. ഇനി 5-ാം വാക്യം ഒരാളൊന്ന് വായിച്ച്, 5-ാം വാക്യം ഒരാൾ വായിച്ച്, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 5-ാം വാക്യം ഒരാൾ വായിച്ച്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും പുസ്തകവും അതിന്റെ മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? യഹൂദാ മൂപ്പന്മാരിൽ, അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഭൂമിയിൽ എന്താണ് നടക്കേണ്ടതെന്ന് കൃത്യമായി തീരുമാനിച്ചിരിക്കുന്ന ദൈവകരങ്ങളിലെ, പിതാവിന്റെ കരങ്ങളിലെ പുസ്തകം തുറക്കാൻ ഒരുവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവന്റെ പേരാണ് യഹൂദാ ഗോത്രത്തിലെ സിംഹം. അവൻ ജയം പ്രാപിച്ചിരിക്കുന്നതിനാൽ നീ ഇനി കരയണ്ട. ഇന്ന് രാവിലെ ഇവിടെ കരച്ചിൽ നിർത്തണം കേട്ടോ. അപ്പം അങ്ങനെ ഈ യോഹന്നാൻ മൂപ്പരെ കാണാൻ, സിംഹത്തെ കാണാൻ വേണ്ടി നോക്കിയപ്പോ അവൻ കണ്ടത് ആരെയാണ്? 5:6, ഞാൻ സിംഹാസനത്തിന്റെ 4 ചുവട് നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടോ? അവിടെ ഉണ്ടെന്ന് പറഞ്ഞവരാണ് സിംഹം. പക്ഷേ യോഹന്നാൻ കണ്ടത് ആരെയാണ്? കുഞ്ഞാടിനെ. അവന്റെ 7 കൊമ്പ് സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമാകുന്നു. അപ്പോൾ ഈ കുഞ്ഞാടിന്റെ കണ്ണ് നിന്റെ വീട്ടിലുണ്ട്. ഈ കുഞ്ഞാടുമിന്റെ വീട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളും, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കുഞ്ഞാടാണ് സ്വർഗത്തിൽ ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഈ കുഞ്ഞാടല്ല ക്രിസ്തു. അപ്പോൾ ഈ കുഞ്ഞാട് നമുക്ക് എന്ത് പറയാം? കുഞ്ഞാടും ക്രിസ്തുവുമായവൻ. കുഞ്ഞാട് ക്രിസ്തു, കുഞ്ഞാടും സിംഹവുമായവൻ. മുദ്ര പൊട്ടിക്കുവാൻ അവൻ സിംഹമായി നിൽക്കുന്നെങ്കിൽ അവന്റെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ അവൻ കുഞ്ഞാടായിരുന്നു. കുഞ്ഞാടായിരുന്ന ഇപ്പോൾ സിംഹമായിരിക്കുന്നവൻ. അവൻ ഒരു ഭാഗത്ത് അവൻ കുഞ്ഞാടാണ്, മറുഭാഗത്ത് അവൻ സിംഹമാണ്. നിന്റെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ അവൻ കുഞ്ഞാടാണ്. നീ അനുഭവിക്കുന്ന വിഷയത്തുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുവാൻ അവൻ സിംഹമാണ്. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ വാഴുന്നവരാണ്. നിങ്ങൾ ഇപ്പോൾ ആ സിംഹമായവന്റെ അകത്തല്ലേ? സിംഹത്തിന്റെ പ്രത്യേകത, അവൻ കരയുന്നവനല്ല. സിംഹം അവൻ അലറുന്നവനാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. സിംഹം അത് ഇസ്രായേൽ ജനത്തിന്റെ പാപത്തോടുള്ള ബന്ധത്തിൽ അവർക്കെതിരെ വരുന്ന തിന്മയായിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യം അവിടെയുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ സമാപന, അതുകൂടെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് വായിക്കാം ഈ വാക്യം. ഇത് യഹോവയാം ദൈവം അല്ലെങ്കിൽ ക്രിസ്തു സിംഹമായി ഗർജിക്കുന്ന കാര്യമല്ല കേട്ടോ എഴുതിയിരിക്കുന്നത്. കാട്ടിലെ മൃഗമായ സിംഹത്തിന്റെ ഒരു ഭാവം പറയുകയാണ്. കാട്ടിലെ രാജാവാണ് സിംഹം. ആ സിംഹത്തിന്റെ ഒരു ഭാവം പറയുകയാണ്. മറുഭാഗത്ത് ഇത് യഹോവയെ കുറിച്ചോ ഇസ്രായേലിനെ കുറിച്ചല്ല പറയുന്നത്. ഇസ്രായേലിനെ നശിപ്പിക്കാൻ വരുന്ന ജനത്തെ കുറിച്ച് പറയുകയാണ്. പക്ഷെ ഇവിടെ സിംഹത്തിന്റെ ഒരു ഭാവം കാണാം. വായിച്ചു നിങ്ങളെ വാക്യം 29-ാം വാക്യം ഒരാളൊന്ന് വായിച്ചേ. നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചോ? അവരുടെ ഗർജനം സിംഹത്തിൻ്റെത് പോലെ ഇരിക്കും. അവർ ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും. സിംഹത്തിന്റെ ഗർജനത്തിലാണ് കേട്ടോ ശത്രു പേടിക്കുന്നത്. അവർ അലറി ഇര പിടിച്ചു കൊണ്ടുപോകും. കണ്ടോ സിംഹത്തിന്റെ പ്രത്യേകത, ബാലസിംഹത്തിന്റെ പ്രത്യേകത, അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശത്രു പേടിക്കും. അവരെന്ത് ചെയ്യും? അവർ അലറി ഇര പിടിച്ചു കൊണ്ടുപോകും. ആരും അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയില്ല. ഇങ്ങനെയുള്ള യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവനാണോ ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത്? ഹലോ, ആ സിംഹമായവനാണോ ഇപ്പോൾ നിന്റെ അകത്തിരിക്കുന്നത്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഈ യഹൂദാ ഗോത്രത്തിലെ സിംഹമായ ക്രിസ്തുനാഥൻ നിങ്ങളുടെ അകത്തുണ്ടോ?
ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷയങ്ങളുടെ നടുവിൽ കരയുകയാണോ വേണ്ടത്, അതോ നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ അവസ്ഥകളിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, കടന്നു പിടിച്ച സാഹചര്യങ്ങളെ കടിച്ചു കീറുവാൻ, അതിൻ്റെ മേൽ വാഴാൻ നിങ്ങളുടെ മേൽ അവന്റെ അധികാരം തുറക്കുമോ? ഞാനീ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്നെങ്കിലും ഉയരത്തിലുള്ളത് ചിന്തിക്കാം. നിങ്ങൾ അവന്റെ അകത്താണ്. നിങ്ങൾ കരഞ്ഞ് കാലി പിടിച്ച് മെഴുകി നേടാനുള്ളവരല്ല. നിങ്ങൾ വിഷയങ്ങളുടെ നടുവിൽ അവൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവരാണ്. നിങ്ങളുടെ അകത്തിരിക്കുന്ന അവനാണ്. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. നിങ്ങളുടെ ഭാഷ അധികാരത്തിന്റെ ഭാഷയാകുന്നുണ്ടോ എന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. അപ്പോൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അല്പം കഴിയുമ്പോൾ അതോറിറ്റി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭാഷയുടെ രീതി മാറാൻ തുടങ്ങും. ഹലോ ശാഖരാധനാധന. ആ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്തൊന്ന് പ്രാർത്ഥിച്ചോ. മൈക്കിൾ, ഞാൻ അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് ഈ ഒരു റിലം നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനകത്താണോ? ഷാറാബാന. തെളിവായിട്ട് മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. ആ വെളിപ്പാടിൽ നിന്ന് രാവിലെ അന്യഭാഷ വരട്ടെ. ആ വെളിപ്പാടിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്തിരിക്കുന്ന സിംഹം സംസാരിക്കട്ടെ. നിങ്ങളുടെ അകത്തിരിക്കുന്നവർ സംസാരിക്കട്ടെ. ഷാറ, അവന് വിട്ടുകൊടുക്ക്. ഷാദാന, നിങ്ങളുടെ ദേഹിയിലുള്ള കരച്ചിലുകൾ, ദേഹിയിലുള്ള നിലവിളികൾ, ദേഹിയിലുള്ള ഓ റഭാന രാധരെ ഷാഖുറോ വാരബശേ ഹംദരാബിന. സിംഹത്തിന്റെ പ്രത്യേകത, സിംഹത്തിന്റെ പ്രത്യേകത, സിംഹത്തിന്റെ പ്രത്യേകത, അവൻ 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 ശത്രു കൊണ്ടുപോയി ഇവനെ വലിച്ചു കീറുന്നവനാണ്. അവൻ ഇരയെ കടിച്ചെടുക്കുന്നവനാണ്. അവൻ ഇരയെ ഓ റാഭാന റഗക്ഷസ്കനാദിനാഥന അന്തൽക്കടക, അവനെ ദുഷ്ടൻ അടിച്ചെടുത്തതിനെ തിരിച്ചു പിടിക്കുന്നവനാണ്. അന്തൽക്കടക യഹൂദാ ഗോത്ര സിംഹം അവനാണ്. അലറുന്ന സിംഹം എന്ന പോലെ പിശാച് നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വന്ന് നൃത്തം ചെയ്യുമ്പോൾ, നിന്റെ നന്മകളെ തകർക്കുമ്പോൾ, നിന്റെ നന്മകളെ അടിച്ചെടുക്കുമ്പോൾ, ഇന്ന് രാത്രി, ഇന്ന് പകൽ, ഇന്ന് പ്രഭാതത്തിൽ നിന്റെ അകത്തുള്ള ക്രിസ്തുനാമൻ ഓ ആത്മതലത്തിൽ നിന്റെ ആത്മമനുഷ്യൻ സജീവമാകട്ടെ. എഴുന്നേക്ക്. ഷാറാപാന റമപ്രൗഷമന ഘടകവന അംദൽ പ്രൗഢമന ഘടകവൻ. ഇന്ന് രാവിലെ നിന്റെ ആത്മമനുഷ്യൻ സജീവമാകട്ടെ. നിന്റെ ആത്മമനുഷ്യൻ സജീവമാകട്ടെ. നിന്റെ ആത്മമനുഷ്യൻ സജീവമാകട്ടെ. ശകരാധിരാധന രഗക്ഷസ്കനാധിരാധന ധീരപ്രോഷമന ഹംദൽ ഘടകദന ഹദുരമന ഘടകദന ഘടകദന രഗക്ഷസ് ഹംദൽ പ്രൗഷമന ഹംദൽ പ്രൗഷമന ഹംദല വക്ഷമന പ്രൗഢമന ഘടകദന ധീരപ്രോഷമന ഹംദൽ ഘടകദന വേദ പ്രൗഷമന ഹംദൽ പ്രൗഢമന ആദരഗക്ഷസ് പരപ്രൗഷമന ഹപ്തൽ പ്രൗഢമന ജനകത്തുരാധന പ്രൗഢമന ഘടകദന കതുരമന ഘടകദന അന്തൽ പ്രൗഷമന കതുരമന ഘടകദന കദര ജനകത്തുരാധന പ്രൗഷമന ഘടകദന അന്തൽ ഘടകദന വാദ
പ്രൗഷപന ഹംദൽ ഘടകതന വേദ പ്രൗഷപന ഹട്ടസ്കരാതിരാധന പ്രൗഢപന ഘടകതനം ഞാൻ ഇന്ന് രാവിലെ ഈ വാക്യം നിങ്ങളെ കാണിക്കാൻ കാരണം, ഞാൻ 2-3 ദിവസം മുമ്പ് ഞാനത് ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളുടെ അന്യഭാഷയുടെ നിലവാരത്തെ ദൈവാത്മ മാറ്റുന്നൊരു സ്വപ്നം, ഞാനൊരു സ്വപ്നം കാണുകയാണ്. ചർച്ചിനകത്ത് നടക്കുന്ന പ്രാർത്ഥനകളിൽ അന്യഭാഷ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു, പ്രത്യേക അധികാരത്തിലേക്ക് പോകുന്നു. ഞാനത് കണ്ട വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ചർച്ചിലെ പ്രാർത്ഥന നടക്കുന്ന കാര്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം നമ്മുടെ സാധാരണഗതിയിലുള്ള ആളുകൾ സംസാരിക്കുന്ന അന്യഭാഷ നമ്മൾ പലതരം, ഞാനൊരു ദിവസം എൻ്റെ ക്ലാസ് എടുത്തായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു ഞായറാഴ്ച രാത്രി എടുത്തായിരുന്നു. അപ്പോൾ ആളുകളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നു, ദൈവത്തോട് പറയുന്നു, വേണോ വേണ്ടെന്ന് വെച്ച് പറയുന്നു, പിന്നെ പാസ്റ്റർമാർ നിർബന്ധിക്കുന്നുണ്ട് പറയുന്നു, പല ടൈപ്പിലാണ് ആൾക്കാർ പറയുന്നത്. നിങ്ങളുടെ അകത്ത് നിങ്ങൾ ക്രിസ്തുവിലാണ്, കണ്ടോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലായി എന്ന വെളിപ്പാട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങനത്തെ മനസ്സിനകത്ത് അറിവാകും, വിവേകമാകും, ബോധ്യമാകും, ജ്ഞാനമാകും, പരിജ്ഞാനമാകും, വെളിപ്പാടാകും. ഇത് വെളിപ്പാടായാലാണ് നിങ്ങളുടെ ഭാഷയ്ക്ക് പ്രത്യേക അധികാരം വരാൻ തുടങ്ങും. അപ്പോഴാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ എപ്പോഴാണ് ക്രിസ്തുവിലായത്? സ്നാനത്താൽ. പക്ഷേ ആ തലത്തിലായത് വെളിപ്പാടായോ? വെളിപ്പാടായിട്ടില്ല. കാരണം എന്താ? നമ്മുടെ അവസ്ഥകൾ, മനസ്സിനകത്ത് മൊത്തം നമ്മുടെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ പെട്ടുകിടക്കണം. ഇന്ന് ഈ പ്രാർത്ഥനകളിൽ ഒരു വലിയ കൂട്ടത്തിൻ്റെ അകത്ത് ഈ വെളിപ്പാട് ദൈവാത്മ തുറക്കും കേട്ടോ. ഒരു വലിയ കൂട്ടത്തിൻ്റെ അകത്ത് കർത്താവ് ഇത് കൃത്യമായി, ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് അറിവായിരുന്നു, നിങ്ങൾക്കിത് ജ്ഞാനം, നിങ്ങൾക്കിത് ബോധ്യമായിരുന്നു, പരിജ്ഞാനമായിരുന്നു. പക്ഷേ ഇത് നിങ്ങളുടെ അകത്ത് ജ്ഞാനവും വെളിപ്പെടുവാകാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഇപ്പോൾ എവിടെയാണ്? നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ആ ക്രിസ്തുവാണ് ഞാൻ അല്പം മുമ്പ് കാണിച്ചത്. അവനിപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്താണ്. ഹലോ, ഞാൻ പറഞ്ഞ ആശയത്തിന് മനസ്സിലാകുന്നു. നിങ്ങൾ ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളിപ്പോൾ അവൻ്റെ അകത്താണ്. അവൻ്റെ അകത്താണെങ്കിൽ ഇപ്പോൾ അവൻ എവിടെയാണ്? അവൻ അവിടെ സിംഹാസനത്തിലുണ്ട്. അവൻ നിൽക്കുന്നത് എങ്ങനെയാ? കുഞ്ഞാടിനെ പോലെ. മുദ്ര പൊട്ടിക്കാൻ പോകുന്നത് എങ്ങനെയാ? സിംഹത്തെ പോലെ. ജയം പ്രാപിച്ചവനാണ്. ദൗത്യത്തോടുള്ള ബന്ധത്തിൽ അവൻ കുഞ്ഞാടാണെങ്കിൽ, നിവർത്തിക്കപ്പെട്ട ദൗത്യത്തോടുള്ള ബന്ധത്തിൽ അവൻ കുഞ്ഞാടാണെങ്കിൽ, പിശാച് അടക്കി വെച്ചിരിക്കുന്ന, ദുഷ്ടൻ അധീനമാക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ അവൻ സിംഹമാണ്. കണ്ടോ, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. നിങ്ങളുടെ ഭവനത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പട്ടണത്തിൽ മാത്രമല്ല, നിങ്ങളുടെ രാജ്യത്തും എല്ലാ കാര്യങ്ങളും ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിത്യവിൽ നിങ്ങളിപ്പോൾ കരയുന്ന വിഷയങ്ങളുടെ പരിഹാരം ദൈവകരങ്ങളിൽ സുനിശ്ചിതമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ അവൻ്റെ അകത്താണ്. ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കുക. അപ്പം നമുക്ക് എന്താ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ എന്താ ഉള്ളത്? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾ അവൻ്റെ അകത്താണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ അകത്താണ്. നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ ആരാ? അവനാരാ? യഹൂദ സിംഹമാണ്. ഇത് നിങ്ങളുടെ അകത്ത് വെളിപ്പാടാകും തോറും നിങ്ങളുടെ ഭാഷ ഇന്റിമസിയുടെ ആഴത്തിലേക്ക് പോവുകയും അവനിൻ്റെ അധികാരം നിങ്ങൾ വ്യാപരിക്കും. ഈ അധികാരം നിങ്ങളുടെ അന്യഭാഷയിൽ വെളിപ്പെടാൻ തുടങ്ങും. ഇത് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വിഷയത്തെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയത്തെ പിന്നെ ഭരിക്കുന്നത് പിശാചല്ല. ഒരൊറ്റ തിന്മ നിങ്ങളുടെ കുടുംബത്തിൽ കയറി വരികയില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ വാർഫെയർ പറഞ്ഞപ്പോൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ അവൻ ആത്മീക ആയുധങ്ങൾ പിടിച്ചുകൊണ്ട്, ധരിച്ചുകൊണ്ട് അവൻ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്താൽ അവൻ്റെ കുടുംബത്തിലെ ദുർദിവസങ്ങളുടെ നടുവിൽ അവൻ ആത്മാവിൽ സംരക്ഷണമുള്ളവനായി മാറുകയാണ്. ഇനി നമ്മൾ അടുത്ത 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒന്ന്, നിങ്ങൾ അവൻ്റെ അകത്താണുള്ള വെളിപ്പാടായല്ലോ അല്ലേ? ജ്ഞാനമായല്ലോ അല്ലേ? കർത്താവേ, ഇത് ഓൺലൈനാണല്ലോ അല്ലേ? ആരും മിണ്ടില്ലല്ലോ അല്ലേ? ഓക്കെ, ജ്ഞാനമാകുന്നു. നിങ്ങൾ ആ ജ്ഞാനമാകാതെ നിങ്ങൾ ഇത്രയും പേര് ഇത് കേട്ടിരിക്കില്ലല്ലോ.
ഈ രാവിലെ ഇത്രയും പേര് വന്നതാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി നിങ്ങൾ അവന്റെ അകത്താണെന്നുള്ള വെളിപ്പാടിൽ, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹം ആണെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ അന്യഭാഷ പറഞ്ഞു നോക്കി, നിങ്ങളുടെ ഭാഷ പുതിയ പുതിയ ഭാഷകളായി മാറുന്ന കാണാം. അങ്ങനെ നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് ആ ഒരു റിലം ഓപ്പണായി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കി വചനം എന്ന വാളെടുത്ത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ അനുഗ്രഹിക്കണം. എവിടെയാണ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രശ്നമുള്ളത്? എവിടെയാണ് ഒരു തിന്മ വ്യാപരിക്കുന്നത്? എവിടെയാണ് ഒരു ബ്ലെസ്സിങ്ങിന്റെ തലം ഓപ്പൺ ആകാത്ത നിങ്ങൾക്ക് തോന്നുന്നത്? ഏതെങ്കിലും മേഖലകളിൽ ശാപമോ പിശാചിന്റെ ഏതെങ്കിലും പ്രവർത്തികളോ? ദൈവത്തിന്റെ വചനം വിട്ടിട്ട് നാം എവിടെയെങ്കിലും പോകുമ്പോഴാണ് കേട്ടോ വാതിലുകൾ അടയുന്നത്. ദൈവം എപ്പോഴും സ്പിരിച്വൽ റിലങ്ങൾ എപ്പോഴും ലോയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തി ശരീരത്തിന് വിരോധമായി പാപം ചെയ്താൽ ആ പാപത്തിന്റെ തിക്തഫലമായ രോഗം അല്ലെങ്കിൽ ബലക്ഷയം, രോഗം, ശാപം അവന്റെ ശരീരത്തിൽ വരാം. സ്പിരിച്വൽ റിലം ആക്ടിവേറ്റ് ആയി നിൽക്കുന്നത് ലോയിലാണ്. അപ്പോൾ നാം ദൈവത്താൽ പണിയപ്പെട്ട് ഈ റിലത്തിലേക്ക് നാം പ്രവേശിച്ച് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മിൽ ആക്ടിവേറ്റായി നിൽക്കുന്ന, ലോയാൽ ആക്ടിവേറ്റായി നിൽക്കുന്ന പാപത്തെയും ശാപത്തെയും തകർച്ചയെയും നഷ്ടങ്ങളെയും നമുക്ക് ദൈവത്താൽ തിരിച്ചു പിടിക്കാൻ, എന്തൊക്കെയാണോ നമ്മിൽ വെളിപ്പെട്ട പാപത്താൽ പിശാച് നമ്മിൽ നിന്ന് ചോർത്തിയത്, ആ ചോർത്തിയവനെ തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകും. ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ 2-3 മിനിറ്റ് എല്ലാവരും നിങ്ങൾ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവന്റെ അകത്താണ് ഇരിക്കുന്നത്, നിങ്ങളുടെ അകത്ത് അവൻ ഉണ്ടെന്നുള്ള വെളിപ്പാടിൽ അന്യഭാഷ പറയുക. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ അത് 2-3 മിനിറ്റ് വരെ പറഞ്ഞ ശേഷം ഞാൻ ഇടയിൽ കട്ടിയില്ല കേട്ടോ, കാരണം നിങ്ങൾ ആ സ്പിരിച്വൽ റിലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അന്യഭാഷ പ്രാർത്ഥിച്ച് ആ ഒരു അതോറിറ്റി ഓപ്പൺ ആയെന്ന് ബോധ്യമാകുമ്പോൾ എവിടെ നോക്കിയാണ് നിങ്ങൾക്ക് കൽപ്പിക്കാൻ തോന്നുന്നത്? നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വിഷയങ്ങളാണോ? തലമുറകളുടെ വിഷയമാണോ? ജീവിത പങ്കാളിയുടെ വിഷയമാണോ? ബിസിനസ്സാണോ? എവിടെയാണ് ദൈവത്തിൻ്റെ ഒരു കരം തുറന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സ്വപ്നം കാണുന്നത്? അവിടേക്ക് നോക്കി നിങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുക, വചനം കൽപ്പിക്കുക. അതിന് പറ്റിയ വചനങ്ങൾ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ യൗവനക്കാരായ മക്കളെ ഓർത്ത്, അവരുടെ ഭാവി ഓർത്ത്, അവരുടെ പഠനമോർത്ത്, നിങ്ങളുടെ കുടുംബമോർത്ത്, നിങ്ങളുടെ കുടുംബത്തിന് ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യമോർത്ത്, ദൈവിക വളർച്ചയോർത്ത്, നിങ്ങളുടെ പട്ടണത്തിന്റെ മാനസാന്തരമോർത്ത്, ഉണർവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഭൂമി സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ തൃശ്ശൂർ പട്ടണം ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. ഈ വചനമൊക്കെ നിങ്ങൾ പറയണം. എപ്പോൾ പറയണം? നിങ്ങൾ അവന്റെ അകത്തിരുന്ന്, നിങ്ങളുടെ അകത്ത് യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇരിക്കുന്നെന്ന വെളിപ്പാടിൽ ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച് ആ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വചനം ശക്തിയോടെ തീയായിട്ട് പുറത്തു വരികയാണ്. ഞാൻ ഇന്നലെ നടന്നൊരു അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഒരു സിൽജോ, ഒരു ജസ്റ്റി, 2 വ്യക്തികൾ നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ ജാക്സൺ മുഖാന്തരം വന്ന കാര്യം. അവർ വന്നിട്ട്, അപ്പോൾ ഒരു പുതിയ വ്യക്തി, ഒരു പുതിയ കുടുംബം വന്നാൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ ഒരു എൻട്രൻസ് കിട്ടണം. സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീ ആയി. കാരണം അവർ കണ്ടമാന സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു. ദൈവഭക്തിയിലല്ലാത്ത, ദൈവത്തിൻ്റെ വചനപ്രകാരം അല്ലാതെ ജീവിക്കുന്ന 2 പേരും കണ്ടമാന സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അവർ സംസാരിക്കാൻ എളുപ്പമായി 4 മണിക്കൂർ സംസാരിച്ചു. ഒടുവിൽ കരഞ്ഞുകൊണ്ട് കർത്താവിനെ അവർ ഏറ്റുപറഞ്ഞു, കർത്താവായിട്ട്, യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറഞ്ഞു. അപ്പം ഞാൻ ഈ ഡ്രീംസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഈ വചനങ്ങൾ അവർക്ക് ആ ബ്രദറിന് അയച്ചു കൊടുത്തു. ഇന്നലെ അവർ ചർച്ചയിൽ വന്നിരുന്നു. ചർച്ച വന്നപ്പോൾ ആ സിസ്റ്റർ പറയുകയാണ്, ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ വയറിൻ്റെ അകത്തു നിന്ന് എന്തോ ഒന്നിങ്ങനെ എൻ്റെ വായിലേക്ക് വരിക, തീ പോലെ വരിക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മളീ പഠിപ്പിക്കുന്ന വചനമർമ്മങ്ങളൊന്നും അറിയാത്ത ഒരാൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ബൈബിൾ പറയുന്ന വാക്യം എന്താ പറയുമോ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവർക്ക് ഒരു അഭിഷക്തനായ ഒരു ദൈവദാസനെ, സഹോദരൻ, ഞാൻ ഈ വാക്ക് പറയുമ്പോൾ അവർ ദൈവം പറയുന്ന പോലെ കേൾക്കുന്നേ. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? അവരുടെ സ്പിരിറ്റിൽ നിന്ന് ആത്മതലം ഓപ്പൺ ആകുന്നു. ഇപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റിൽ നിന്ന് ഈ ആത്മതലം ഓപ്പൺ ആകും. അതുകൊണ്ട് 2-3 മിനിറ്റ് വരെ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തലം നിങ്ങളുടെ മേൽ തുറന്നു വന്നെന്ന് 2-3 മിനിറ്റ് അല്ല പ്രാർത്ഥിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ 10-15 മിനിറ്റാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുക. നിങ്ങൾക്ക് വ്യക്തിപരമായി അത് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അകത്ത് ദൈവാത്മാ തരുന്ന വചനങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിലേക്കും കുടുംബത്തിലേക്കും നോക്കി ഒന്ന് പറഞ്ഞേ, ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ തുറക്കുമെന്ന് നോക്കാം. ക്രിസ്തുനാഥൻ പറയുന്ന വചന വെളിപ്പാടുകൾ നിങ്ങളുടെ അകത്ത് തുറന്ന് നിങ്ങൾ ആ യഹൂദ ഗോത്രത്തിലെ സിംഹം ആ വചനം പറയുന്നത് പോലെ എന്ന് പറഞ്ഞേ
നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് മഹാ അത്ഭുതം ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം. മരിച്ച ഡെഡ് ബോഡിയെ തൊട്ടവൻ, ഹലോ, മരിച്ച ഡെഡ് ബോഡിയെ തൊട്ടവൻ, കിടക്ക ചുമന്നുകൊണ്ട് വന്നവൻ എഴുന്നേൽപ്പിച്ചു വിട്ടവൻ, 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ എഴുന്നേൽപ്പിച്ചു വിട്ടവൻ, അവന്റെ ആത്മാവ്, അവനാണ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നത്. കല്ലറയെ തുറന്നവൻ, പാതാളത്തെ തുറന്നവൻ, ആ യേശുവിൻ്റെ വചനമാണ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നത്. അതുകൊണ്ട് ചില മിനിറ്റുകൾ അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം എല്ലാവരും നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് നോക്കി ഇന്ന് രാവിലെ സംസാരിക്കാൻ ആരംഭിക്കുക. എല്ലാം മൈക്ക് ഓൺ മ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് 3-4 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞവരെല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഒരു ആത്മാവിൽ നമ്മൾ വരികയാണ്. നമ്മൾ പലരല്ല, നമ്മൾ ഒന്നാണ്. നമ്മൾ അവന്റെ ശരീരമാണ്. വെളിപ്പാട് തുറക്കട്ടെ. ഇവരകത്ത് ക്രിസ്തുവുണ്ട്. ഇവരകത്ത യഹൂദ ഗോത്രത്തിലെ സിംഹമുണ്ട്. ഇവരകത്ത യഹൂദ ഗോത്രത്തിലെ സിംഹമുണ്ട്. അവർ ആ ഗോത്രം, യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന് അകത്താണ് അവർ. അഴിയട്ടെ. തുറക്കേണ്ട മുദ്രകൾ ഇവരെ ഭവനത്തിന് വേണ്ടി ദൈവം എടുത്തു വെച്ചിരിക്കുന്ന, ദൈവം മറച്ചു വെച്ചിരിക്കുന്ന, എന്നാൽ ഇപ്പോൾ അടഞ്ഞിരിക്കുന്ന മുദ്രകൾ തുറക്കട്ടെ. മുദ്രകൾ തുറന്നു വരട്ടെ. അപ്പാ, സൗഖ്യത്തിന്റെ മുദ്രകൾ തുറക്കട്ടെ. വിശുദ്ധിയുടെ മുദ്രകൾ തുറക്കട്ടെ. കുടുംബമായിട്ടുള്ള ഏകീഭാവത്തിന്റെ മുദ്രകൾ തുറക്കട്ടെ. സ്പിരിച്വൽ റിലങ്ങളുടെ മുദ്രകൾ തുറന്നു വരട്ടെ. വരങ്ങളുടെ മുദ്രകൾ തുറക്കട്ടെ. ഹയർ റിലങ്ങളിലേക്ക് ഹയർ തലങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഇവർ എൻട്രാകട്ടെ. ഹയർ തലങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഇവർ എൻട്രാകട്ടെ. ഇവരകത്തുള്ള പ്രവാചക അഭിഷേകം പുറത്തു വരട്ടെ. ഇവരകത്തുള്ള രാജകീയ അഭിഷേകം പുറത്തു വരട്ടെ. തുറക്കട്ടെ. സ്പിരിച്വൽ മാൻ ആത്മ മനുഷ്യൻ ഇന്ന് രാവിലെ ഓപ്പൺ ആകട്ടെ, സജീവമാകട്ടെ. അവസ്ഥ, ഭാവം മാറട്ടെ. പതുങ്ങിക്കിടന്ന ഭാവം മാറി സിംഹഭാവമായി, സിംഹതത്തുല്യമായ ഭാവത്തിലേക്ക്.
ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭാഷകൾക്കൊരു മാറ്റം വരണമെന്ന്. നിങ്ങളുടെ അകത്ത് വചനത്തിന്റെ വെളിപ്പാടകത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഭാഷയ്ക്ക് മാറ്റം വരുന്നത്. ചിലരെ ഭാഷകൾക്ക് മാറ്റം വരുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റി. പക്ഷെ ചിലരിപ്പോഴും ആ ഒരു കരച്ചിലിൽ തന്നെയാണ് അന്യഭാഷ പറയുന്നത്, ആ ഒരു പഴയ ഒഴുക്കിൽ തന്നെയാണ് അന്യഭാഷ പറയുന്നത്. പുതിയ ഭാഷകളിലേക്കോ അധികാരത്തിലേക്കോ അവർ കയറുന്നില്ല. അതിന് കാരണം അവരുടെ മൈൻഡിനകത്ത് കിടക്കുന്ന മൈൻഡ് സെറ്റാണ്. കർത്താവ് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ വളർത്തട്ടെ. ദയവ് ചെയ്ത് യഹൂദ ഗോത്രത്തിലെ സിംഹമായ ക്രിസ്തുവിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്, ആ സിംഹമായവനാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത് എന്ന ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കിടക്കട്ടെ. അവൻ ആരാണ്? അവൻ ദാവീദിൻ്റെ വേരായവനാണ്. അവൻ നിൻ്റെ അകത്ത് വന്നിരുന്ന് കരയുകയല്ല കേട്ടോ, അവൻ രാജാവാണ്. ദാവീദിൻ്റെ വേരാണ് അവൻ. അവൻ വാഴുന്നവനാണ്. നിൻ്റെ കുടുംബത്തിൽ ഇന്നു മുതൽ ആ വാഴ്ച പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ തുറക്കുകയാണ്, നിങ്ങളിലൂടെ തുറക്കുകയാണ്. അപ്പോൾ ഇത് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇത് ആരംഭിക്കുന്നത് ഇൻറ്റിമസിയിൽ നിന്നാണ്. യോഹന്നാൻ ഇൻറ്റിമസി എവിടെ നിന്നാണ് ആരംഭിച്ചത്? 3.5 വർഷത്തെ ശുശ്രൂഷയിൽ അവനത് ആരംഭിച്ചു. കർത്താവിൻ്റെ 3.5 വർഷ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ മാർവോട് ചേർന്നിരുന്ന് അവനെ ഇൻറ്റിമസിയിൽ അവൻ ദൈവത്താൽ മുന്നേറുന്നവനായി മാറി. പക്ഷേ ഇവൻ സിംഹമാണെന്നുള്ള വെളിപ്പാട് എപ്പോഴാണ് കിട്ടിയേ? അവന് കിട്ടിയത് ഹെവനിൽ പോയപ്പോഴാണ്. തുറക്കപ്പെടുന്ന ഹെവൻ റിലങ്ങൾ കർത്താവിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ഹയർ റിലങ്ങൾ വെളിപ്പെടും. അവൻ സിംഹമാണെങ്കിൽ നീ കിടക്കുന്ന പത്മോസിനെ നിന്നെ അവസാനിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. പത്മോസിനകത്ത് നാട് കടത്തപ്പെട്ട ഒരൊറ്റയാൾ തിരിച്ചു പോയിട്ടില്ല. പത്മോസിനകത്ത് വന്ന് ഒരാളും പത്മോസ് കൊണ്ട് അവസാനിച്ചവല്ലാതെ അതിനപ്പുറത്ത് ചരിത്രമില്ല. പക്ഷെ നീ യഹൂദ ഗോത്രത്തിലെ സിംഹമായവനെ നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ അവൻ നിന്റെ അകത്തുണ്ടോ? ചരിത്രത്തിൽ ഇവിടെ വന്ന എല്ലാവരും പത്മോസ് കൊണ്ട് അവസാനിച്ചെങ്കിൽ നീ അവസാനിക്കുകയല്ല. തെളിവല്ലേ? യോഹന്നാൻ പത്മോസിൽ കിടന്ന് എഴുതിയ വെളിപ്പാട് പുസ്തകം എങ്ങനെ നമ്മുടെ കൈ കിട്ടി? ദൈവം അവനെ തിരിച്ച് എഫെസോസിലേക്ക് കൊണ്ടുപോയി. സിംഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ക്രിസ്തു സിംഹമാണെന്നുള്ള വെളിപ്പാട് എൻ്റെ അകത്ത് വന്നാൽ ഏത് അടയപ്പെട്ടവൻ്റെ അകത്തും വഴി തുറക്കും. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ വഴി തുറക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഏത് അടയപ്പെട്ടതും തുറക്കും. എത്ര വലിയ രാജാവ് കെട്ടിയ കെട്ടും പൊട്ടും. ഇന്ന് രാവിലെ കെട്ടുകളിലേക്ക് നോക്കിക്കൊണ്ടും വിഷയങ്ങളിലേക്ക് നോക്കിക്കൊണ്ടും അവസ്ഥകളിലേക്ക് നോക്കിക്കൊണ്ടും കരയാനല്ല. യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവൻ നിന്റെ അകത്ത് വസിക്കുന്നതിനാൽ നിന്റെ കുടുംബത്തിന് സമ്പൂർണമായ ഒരു വിടുതലുണ്ട്. ദൈവത്തിൻ്റെ പൂർണ്ണ പെർഫെക്ഷനിലേക്ക് എൻ്റെ കുടുംബം പണിയപ്പെടുമെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കിടക്കട്ടെ. പറ്റുമെങ്കിൽ കുറച്ചു നേരം അന്യഭാഷയിൽ ഈ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. ചിലർ അന്യഭാഷ ഞാൻ കേൾക്കുന്നു. എനിക്ക് ദൈവാത്മാവ ഈ അന്യഭാഷ പറയുമ്പോൾ അത് സെൻസ് ചെയ്യാനായിട്ടുള്ള കൃപ കർത്താവ് പണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ അന്യഭാഷ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളുടെ തലം അറിയാനായിട്ട്, നിങ്ങളുടെ ദേഹി എത്രത്തോളം നിങ്ങളുടെ പുറത്തേക്ക് വരുന്ന വാക്കുകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പലരുടെയും വാക്കുകളെ അത് സ്വാധീനിച്ചിട്ടുണ്ട്, ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളത് പുറത്തു വരുവാനായിട്ട് ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ബുദ്ധിയെ അഫലമാക്കുന്ന ആത്മസ്ഥാനത്തിൻ്റെ അടയാളമായ അന്യഭാഷ ഞങ്ങൾ വളരുന്ന വെളിപ്പാടിനനുസരിച്ച് അത് ദൈവാത്മാവിനാൽ മാറും എന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയ കർത്താവ് കാഴ്ചകൾക്കായി വെളിപ്പാടിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്ന ഈ 64 കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ക്രിസ്തുവിൽ വളരട്ടെ. കണ്ടമാനം വിഷയങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്, കടഭാരമുണ്ട്, ജപ്തിയുണ്ട്, രോഗമുണ്ട്, ജോലിയില്ലാത്ത അവസ്ഥയുണ്ട്. കർത്താവിനോട് പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുക കണ്ടമാനം ആവശ്യമുണ്ട്. ആവശ്യങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളിന്ന് ഞങ്ങളുടെ അപ്പനായ അങ്ങയിൽ ആനന്ദിച്ചുകൊണ്ട് അങ്ങയുടെ അകത്തേക്ക് ഞങ്ങളെ കർത്താവ് പിതാവാം ദൈവം ക്രൂശിലെ പുത്രൻ്റെ ക്രൂശുമരണത്തിലൂടെ ഉയർപ്പിലൂടെ ഞങ്ങളെ കൊണ്ടുപോയ വെളിപ്പാട് ഞങ്ങളുടെ അകത്ത് വന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. അതിൽ അങ്ങയുടെ മക്കൾ വളരട്ടെ. ഇവരുടെ അകത്തിരിക്കുന്നവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ക്രൂശിൽ അവൻ കുഞ്ഞാടായിരുന്നു. ഇവരകത്തിരിക്കുന്നവൻ സിംഹമാണ്. ഇവർ അവൻ്റെ അകത്താണ് എന്ന വെളിപ്പാട് സ്വർഗം ഇവരകത്ത് തുറക്കണമേ. അതോടുകൂടി ഇവരുടെ ഭാഷയ്ക്ക് മാറ്റം വരും. നഷ്ടങ്ങൾ ഇവർ തിരിച്ചു പിടിക്കും.
ആ വെളിപ്പാട് ഇവരകത്ത് ജ്വലിക്കട്ടെ. ഇവരെ കുടുംബങ്ങൾ നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കുന്ന കുടുംബങ്ങളായി, വ്യക്തിത്വത്തിൽ എന്തൊക്കെയാണോ നഷ്ടം വന്നത് മുഴുവൻ തിരിച്ചു പിടിക്കുന്നവരായി ദൈവാത്മാവിനാൽ ഇവർ അനുഗ്രഹം അനുഭവിക്കട്ടെ. കർത്താവ്, ഞാൻ അവനായിട്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം കുഞ്ഞാടിന്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാവശ്യങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.